നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ പോയി ജോലി ചെയ്യുക, ഉയർന്ന ശമ്പളം വാങ്ങുക എന്നത് ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ വലിയൊരു സ്വപ്നമാണ്. എന്നാൽ യുഎസ് ഇമിഗ്രേഷൻ രംഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വളരെ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും യുഎസിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുന്നതിനായി ലക്ഷക്കണക്കിന് അപേക്ഷകർ ഭീമമായ തുകയാണ് വിസയ്ക്ക് ഫീസായി മാത്രം നൽകിക്കൊണ്ടിരിക്കുന്നത്. യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം H-1B വിസയ്ക്കായി 2 ലക്ഷത്തിലധികം അപേക്ഷകരാണ് $1,00,000, അതായത് ഏകദേശം 83 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ ഫീസായി നൽകിയിരിക്കുന്നത്. എന്താണ് ഇത്രയും വലിയ തുക ഈ വിസയ്ക്ക് ഈടാക്കാനുള്ള കാരണം? ആർക്കൊക്കെയാണ് ഇതിൽ നിന്നും ഇളവ് ലഭിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം US സെനറ്റ് അപ്രോപ്രിയേഷൻ കമ്മിറ്റിക്ക് മുന്നിൽ നൽകിയ മൊഴിയിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി മാർക്ക് വെയിൻ മുള്ളിൻ ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ ആകെ 2,86,000 H-1B അപേക്ഷകളാണ് US സർക്കാരിന് ലഭിച്ചത്. ഇതിൽ 2 ലക്ഷത്തിലധികം അപേക്ഷകരും, അതായത് ഏകദേശം 70% പേരും $1,00,000 ഈ ഭീമമായ ഫീസ് അടയ്ക്കാൻ തയ്യാറായി എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തിനാണ് ഇത്രയും വലിയ തുക ഇവർ നൽകുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: വേഗത എന്നത് തന്നെയാണ്. സാധാരണ രീതിയിൽ H-1B അപേക്ഷകൾ പരിശോധിച്ച് തീർപ്പാക്കാൻ 7.5 മാസത്തോളം സമയമെടുക്കുമ്പോൾ ഈ $1,00,000 ഫീസ് അടയ്ക്കുന്നവരുടെ അപേക്ഷകൾ വെറും 15 ദിവസത്തിനകം പ്രോസസ്സ് ചെയ്ത് US ഭരണകൂടം തീരുമാനമറിയിക്കും. വേഗത്തിൽ വിസ ലഭ്യമാക്കാൻ ഈ തുക സഹായിക്കുമെന്ന് സെക്രട്ടറി മുള്ളിൻ വ്യക്തമാക്കുന്നു. എങ്ങനെയാണ് ഈ $1,00,000 നിയമം നിലവിൽ വന്നത്? നമുക്ക് നോക്കാം. US തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനും വിദേശത്തു നിന്നുള്ള കുറഞ്ഞ ശമ്പളക്കാരായ തൊഴിലാളികളെ നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് ട്രംപ് ഭരണകൂടമാണ് ഈ പുതിയ ഫീസ് നയം കൊണ്ടുവന്നത്. വിദേശത്തു നിന്നും പുതിയ ജീവനക്കാരെ നിയമിക്കുന്ന US കമ്പനികൾ ഓരോ ജീവനക്കാരനും $1,00,000 വീതം പെറ്റീഷൻ ഫീസായി നൽകണമെന്നാണ് നിയമം. ഈ നിയമത്തെക്കുറിച്ച് നമുക്ക് പലർക്കും അറിയാമെങ്കിലും ഈ തുക ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്ന് പലർക്കും അറിയില്ല. അതായത് വിസ അപേക്ഷ നിരസിക്കപ്പെട്ടാൽ പോലും ഈ പണം നഷ്ടപ്പെടും. എന്നിരുന്നാലും ഈ പുതിയ ഫീസ് ഘടന അമേരിക്കയിലെ ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ രംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ കാര്യം സെനറ്റ് യോഗത്തിലും ചർച്ചയായിട്ടുണ്ട്. സെനറ്റർ സൂസൻ കോളിൻസ് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. കാലിഫോർണിയയിലും സിലിക്കൺ വാലിയിലെയും വൻകിട IT കമ്പനികൾ വിദേശ ജീവനക്കാരെ കൊണ്ടുവരുന്നതും ഉൾനാടൻ ഗ്രാമങ്ങളിലെ ആശുപത്രികളിലേക്ക് അത്യാവശ്യമായി ഒരു സർജനെ കൊണ്ടുവരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. ഒരു സാധാരണ ഗ്രാമീണ ആശുപത്രിക്ക് ഒരു ഡോക്ടറെ നിയമിക്കാൻ 83 ലക്ഷത്തിലധികം രൂപ ഫീസ് നൽകേണ്ടി വരുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. സമാനമായി അലക്സാസിലെ സ്കൂളുകളിൽ അധ്യാപകരുടെ ക്ഷാമം നേരിടുന്നതിനെ കുറിച്ചും സെനറ്റർ ലിസ പറയുന്നു. ആരോഗ്യരംഗത്തുള്ളവർക്ക് ഈ ഫീസിൽ നിന്നും ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് 100ഓളം ജനപ്രതിനിധികൾ ഒപ്പിട്ട കത്ത് ഇതിനകം തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് അയച്ചിട്ടുണ്ട്. അപൂർവമായ ചില സാഹചര്യങ്ങളിൽ, അതായത് ഒരു വിദേശ തൊഴിലാളിയുടെ സാന്നിധ്യം രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ ആ തസ്തികകളിലേക്ക് യോഗ്യരായ US തൊഴിലാളികൾ ഇല്ലാതാകുകയോ ആകുമ്പോഴാണ് ഈ ഫീസ് ഒഴിവാക്കി കൊടുക്കാൻ DHSന് നിയമപരമായ അധികാരമുള്ളത്. എന്നാൽ ഈ ഇളവ് ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ വളരെ സങ്കീർണവും സമയമെടുക്കുന്നതുമാണ്. ഈ വർഷം ഇങ്ങനെ ഇളവിനായി അപേക്ഷിച്ച 80,000 പേരുടെ അപേക്ഷകൾ പരിശോധിക്കാൻ ഏകദേശം 7.5 മാസത്തോളം സമയമെടുക്കുമെന്നാണ് DHS മേധാവി വ്യക്തമാക്കുന്നത്. ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന കടുത്ത നിയന്ത്രണങ്ങൾ US ഇമിഗ്രേഷൻ രംഗത്തെ വലിയ രീതിയിൽ മാറ്റിമറിച്ചിരിക്കുകയാണ്. പണമൊഴുക്കാൻ ശേഷിയുള്ള വൻകിട കമ്പനികൾക്ക് വിസ നടപടികൾ വേഗത്തിലാക്കാൻ സാധിക്കുമ്പോൾ ഗ്രാമീണ മേഖലയിലെ ചെറുകിട സ്ഥാപനങ്ങളും അപേക്ഷകരും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഈ ഫീസിന് എന്തെങ്കിലും ഇളവ് അനുവദിക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്.